നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. നമ്മുടെ ധാരാളം കേട്ട ഒരു പദമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ. എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കാം, രക്തക്കുറവാണ്, അനീമിയാണ്, വിളർച്ചയാണ്, അപ്പോൾ അയണിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രക്തം കയറ്റി എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ നമ്മളിൽ എത്ര പേർക്കറിയാം, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നമ്മുടെ ചുവപ്പ് രക്താണു, നമ്മുടെ രക്തത്തിലുള്ള രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഈ രക്തയാണുവിനെയാണ് നമ്മൾ ഹീമോഗ്ലോബിൻ, ആ ചുവപ്പ് നിറം കൊടുക്കുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ കുറയുന്നതാണ് അനീമിയ, വിളർച്ച എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ എത്രയിൽ കുറഞ്ഞാലാണ് വിളർച്ച എന്ന് പറയുന്നത്? അത് എല്ലാ പ്രായക്കാർക്കും ഒരേ അളവാണോ? അല്ല. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത്. പലരും ഹീമോഗ്ലോബിൻ ഒക്കെ ഇപ്പൊ നമ്മൾ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC എന്ന് പറയുന്ന ഒരു രക്ത ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എപ്പോഴും ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് വിളർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നമുക്ക് അറിയണം നമ്മുടെ വയസ്സിനനുസരിച്ചിട്ട് ഓരോ വയസ്സുകാർക്കും എത്ര വെച്ചിട്ടാണ് ഈ ഹീമോഗ്ലോബിൻ മിനിമം വേണ്ടത് എന്നുള്ളത്. നോക്കൂ, കുട്ടികളിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വയസ്സിന് ശേഷം കൗമാരപ്രായം വരെ, അതായത് കൗമാരപ്രായം എന്ന് പറയുന്നത് നമ്മൾ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്. ടീനേജ് അല്ല, കൗമാരപ്രായം എന്ന് പറയുന്നത് 10 to 18 വയസ്സാണ്. സോ ഒരു വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത് മിനിമം 11 gram per deciliter ഉണ്ടാവണം. മിനിമം എത്ര വേണം? 11 gram per deciliter. താഴെ 11ൽ താഴെ പോയി കഴിഞ്ഞാൽ അത് വിളർച്ചയാണെന്ന് പറയാം. കൗമാരപ്രായക്കാരിൽ അത് എത്രയാണ്? 12 gram per deciliter ആണ്. അതായത് 10 വയസ്സിന് ശേഷം 18 വയസ്സ് വരെ അത് 12 gram per deciliterൽ താഴെ പോയി കഴിഞ്ഞാൽ അത് വിളർച്ചയാണ് എന്ന് പറയും. എന്നാൽ മുതിർന്ന ആളുകളിൽ, ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ നമ്മള് മുതിർന്ന അഡൾട്ടില്, ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെയാണോ? അല്ല. പെണ്ണുങ്ങളിൽ തന്നെ പ്രഗ്നന്റ് ആയ ഗർഭിണികളായ സ്ത്രീകൾക്ക് 11ൽ താഴെ പോയി കഴിഞ്ഞാൽ വിളർച്ചയാണ്. ഗർഭിണികളല്ലാത്ത സാധാരണ സ്ത്രീകൾക്ക് 12 gram per deciliterൽ താഴെ പോയി കഴിഞ്ഞാൽ അത് വിളർച്ചയാണ്. ആണുങ്ങൾക്കോ, പുരുഷന്മാർക്ക് 13 gram per deciliterൽ താഴെ പോയി കഴിഞ്ഞാൽ അത് വിളർച്ചയാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്, ഓരോ ഏജ് ഗ്രൂപ്പുകളിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഇനി ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എത്രയാണെന്നറിയോ? 10 gram per deciliter ആണ് കേട്ടോ. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ 10ൽ താഴെ പോകാൻ പാടില്ല. ഒരു വയസ്സ് മുതൽ 10 വയസ്സ് വരെ 11 gram per deciliterൽ താഴെ പോയി കഴിഞ്ഞാൽ വിളർച്ചയാണ്. 10 വയസ്സ് മുതൽ 18 വയസ്സ്, അതായത് കൗമാരപ്രായക്കാർക്ക് 12 gram per deciliterൽ താഴെ പോയി കഴിഞ്ഞാൽ വിളർച്ചയാണ്. ഇനി സ്ത്രീകൾ, മുതിർന്ന സ്ത്രീകളിൽ ഗർഭിണികളായവർക്ക് 11 gram per deciliterൽ താഴെ പോകാൻ പാടില്ല. ഗർഭിണികൾ അല്ലാത്ത സ്ത്രീകൾക്ക് 12 gram per deciliterൽ താഴെ പോകാൻ പാടില്ല. പുരുഷന്മാർക്ക് 13 gram per deciliterൽ താഴെ പോകാൻ പാടില്ല. സോ ഇതിനൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വിളർച്ചയുണ്ട് എന്നാണ്. അപ്പൊ അതിന് വേണ്ട മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അധികവും അത് അയൺ മരുന്നുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അയൺ മരുന്നുകൾ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എപ്പോഴും അയൺ മരുന്നാണോ അനീമിയുടെ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ അതുമല്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിളർച്ച അഥവാ അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കുറയുന്നു എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം മാത്രമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണമാണ് അയണിന്റെ, അതായത് രക്തത്തിലെ ഇരുമ്പിന്റെ അംശത്തിന്റെ കുറവ്. കാരണം ഇരുമ്പ് അത്യാവശ്യമാണ് എന്തിന്? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ട്. സോ ഹീമോഗ്ലോബിന്റെ ഒരു പ്രധാന പാർട്ടായിട്ടുള്ള അയൺ കുറവുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അനീമിയ കാണുന്നത്. എന്നാൽ വളരെ ചെറിയൊരു ശതമാനമാണെങ്കിലും വേറെ പല കാരണങ്ങൾ കൊണ്ടും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോളിക് ആസിഡ് കുറഞ്ഞ ആളുകളിൽ അനീമിയ കാണാറുണ്ട്. B12, വൈറ്റമിൻ B12 കുറഞ്ഞ ആളുകളിൽ അനീമിയ കാണാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള അരിവാൾ രോഗം, ഇപ്പോ നമ്മൾ അട്ടപ്പാടിയിലും അങ്ങനെയുള്ള ആദിവാസി മേഖലകളിൽ കാണുന്ന അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ, അതിൽ നമ്മൾ കാണാറുണ്ട്. തലസീമിയ, അതിൽ നമ്മൾ ഹീമോഗ്ലോബിൻ കുറവ് കാണാറുണ്ട്. അങ്ങനെ ധാരാളം രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ചിലപ്പോൾ ക്യാൻസറുകളിൽ, കുട്ടികളിലൊക്കെ ക്യാൻസറുകളിൽ നമ്മൾ ഹീമോഗ്ലോബിൻ അനീമിയ ആയിട്ടായിരിക്കും ചിലപ്പോഴൊക്കെ അവർ പ്രസന്റ് ചെയ്യുക. സോ ധാരാളം കാരണങ്ങൾ കൊണ്ട് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അനീമിയ വരാം. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. സോ നമ്മൾ അധികവും അയൺ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, നമ്മൾ അയൺ കൊടുത്തിട്ടും ഹീമോഗ്ലോബിൻ മെച്ചപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ പല ടെസ്റ്റുകളും ചെയ്ത് അതിന്റെ കാരണം കണ്ടെത്തി നമ്മൾ വിളർച്ചയെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ വിളർച്ചയെ പറ്റി നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് വിളർച്ച, ഹീമോഗ്ലോബിൻ എത്രയിൽ താഴെ പോകാൻ പാടില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനുണ്ടാവില്ല. അപ്പോൾ ഇന്ന് അത് ചെറിയൊരു വിവരമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വിവരമാണ്. കാരണം നമ്മുടെ രക്തത്തിന്റെ ടെസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും ഹീമോഗ്ലോബിൻ എന്റെ എത്രയാണ്, 11 ആണ്, അപ്പൊ എനിക്ക് കുറവാണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഏകദേശം ഇന്റർപ്രിട്ടേഷനിൽ എത്താൻ സാധിക്കും കേട്ടോ. ശരി, ഇനി അനീമിയയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? രക്തത്തില് ഹീമോഗ്ലോബിന്റെ കുറവ്, വിളർച്ച
അനീമിയയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഞാൻ ഇപ്പൊ തന്നെ ഒരു 2 മിനിറ്റിൽ ആൻസർ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു എന്ന് എല്ലാവരുടെ ഒന്നുകൂടി പറയാണ്. എന്താണ് വിളർച്ച, എത്ര ഹീമോഗ്ലോബിൻ ഓരോ വയസ്സിലും എത്രയിൽ താഴെ പോയാലാണ് വിളർച്ച എന്ന് പറയുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കേട്ടോ. യെസ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ വിളർച്ചയെ പറ്റിയിട്ട്, ഹീമോഗ്ലോബിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അനീമിയയെ പറ്റിയിട്ട്, വിളർച്ചയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കാണുന്നവരെല്ലാവരും ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. ലൈവിൽ കാണുന്നവർക്ക് കാണാം, പക്ഷെ പലരും ലൈവ് മിസ് ചെയ്തിട്ടുണ്ടാവും. സോ അവർക്ക് കാണാനുള്ള ഒരു അവസരം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോക്ക്. ചെറിയ ടോക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടോക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ഡേ, ഗുഡ് ബൈ.